ഹാഷ്മി, അതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാവുന്ന യാതൊരു വിവരവും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാരെ പറയുന്നത് അദ്ദേഹം ഇവിടെ ഒരു പഴക്കച്ചവടം നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കടയിലെ ആവശ്യത്തിന് വേണ്ടിയാണ് 9 ലക്ഷം രൂപ അദ്ദേഹം കൊണ്ടുപോയതെന്നാണ്. പക്ഷേ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡാണ് രാവിലെ ഈ 9 ലക്ഷം രൂപ പിടിച്ചിരിക്കുന്നത്. തൃശ്ശൂർ നഗരത്തിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ വാഹനത്തിലാണ് അദ്ദേഹം കടയിലേക്ക് കൊണ്ടുപോയിരുന്നത്. 9 ലക്ഷം രൂപ ഫ്ലൈയിങ് സ്ക്വാഡും പോലീസും ചേർന്ന് അല്പനേരം മുമ്പാണ് ഇവിടെ പിടിച്ചെടുത്തത്. പക്ഷേ അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് എന്നും സാധാരണ അദ്ദേഹം ഒരു ഹോൾസെയിൽ വ്യാപാരിയാണ്. ഹോൾസെയിൽ വ്യാപാരി ആയതുകൊണ്ട് തന്നെ ദിവസവും അദ്ദേഹം ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ദിവസത്തെ അദ്ദേഹത്തിന്റെ കച്ചവടത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിനുവേണ്ടി കൊണ്ടുപോയതാണെന്ന് ഇപ്പോൾ അദ്ദേഹം വ്യക്തം. പക്ഷേ വ്യക്തമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ സാധിക്കാത്തതിനാലാണ് ഇപ്പോൾ ഇപ്പോൾ ഈ പോലീസ് പണം എണ്ണാൻ വേണ്ടി പോയിരിക്കുന്നത്. 9 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിപ്പോൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡും പോലീസും ചേർന്നാണ് ഇപ്പോൾ ഈ 9 ലക്ഷം രൂപ പിടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ പണം അദ്ദേഹത്തിന്റെ വ്യാവസായിക ആവശ്യത്തിനും അദ്ദേഹത്തിന്റെ കടയിലേക്ക് കൊണ്ടുപോയ പണമാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായിട്ട് വിവരം പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകും. അല്പസമയത്തിന് ശേഷമായിരിക്കും പോലീസ് ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം നൽകുക. വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദിവസവും ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് രൂപ ആവശ്യത്തിനായി അദ്ദേഹം കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഒരു രഹസ്യ വിവരം ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നത്. എന്തായാലും പണം ഇപ്പോൾ പോലീസ് ഇപ്പോൾ എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. ഈ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ബ്രദറാണ്. ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ബിസിനസ്സുള്ളവരാണ്. അവിടെ തൃശ്ശൂർ 40 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള പൂർവീകരായിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഞങ്ങൾ ചേട്ടനനിയന്മാർ തന്നെ ഇവിടെ മാക്സിമം ഒരു 4-5 സ്ഥാപനങ്ങൾ ഞങ്ങൾ തന്നെ ഇവിടുത്തെ മെയിൻ കുത്തക ബിസിനസ്സുകാരാണ് ഞങ്ങൾ തൃശ്ശൂരത്തെ.